തിരുവനന്തപുരത്ത് അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ പുതിയ തലമുറയിലുള്ള പോലീസുകാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എടാ വിപിനെ, നിന്നോട് പറയുകയാണ്, ആധികാരികമായി തന്നെ പറയുകയാണ്, ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ പറയുകയാണ്, ഞങ്ങളോട് പോരിന് വരല്ലേ, ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ. എരിച്ചു നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു ദീപു എന്നാണ് SI. ചെമ്പരന്റെ ഉദയം ഒന്ന് വാ തുറന്നപ്പം അവിടെ വീണു. ഏതോ നൗഫൽ അവന്റെ പല്ലിനെ കടിച്ച പല്ലിനെ അടിച്ച് തകർത്ത് താഴാൻ ഇവിടുത്തെ BJP പ്രവർത്തകർ കഴിയും. പിടിച്ചമാരെ കടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ് മണക്കാട് കൗൺസിലർ സരിതയുടെ നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇക്കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകരുടെ മാർച്ച് നടന്നിരുന്നു. വനിതാ പ്രവർത്തകരുടെ മാർച്ചാണ് നടന്നിരുന്നത്. ഈ മാർച്ചിൽ പോലീസ് ഈ ഒരു വനിതാ പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു, കടിക്കുക വരെ ചെയ്തിരുന്നു എന്നുള്ള ആരോപണവും ദൃശ്യങ്ങളുമെല്ലാം തന്നെ നിലവിലിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി നിലവിലിപ്പോൾ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും അടിച്ചമർത്താൻ നോക്കേണ്ട, അടിച്ചമർത്തും തോറും ഞങ്ങൾ ശക്തരാകും പോലീസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അജിത്, പ്രിയമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ നേതാക്കന്മാരെ, ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാമായിട്ടുള്ള പ്രിയമുള്ള പ്രവർത്തകരെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഞാനിവിടെ വിളിച്ച മുദ്രാവാക്യം അനർത്ഥമാണ്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ തിരുവനന്തപുരത്ത് അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ പുതിയ തലമുറയിലുള്ള പോലീസുകാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. EK നായനാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്, VS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും, എന്തിന് K കരുണാകരൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും, അച്യുതമേനോൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും കേരളത്തിലെ സംഘപരിവാറിനെയോ BJP പ്രവർത്തകരെയോ ജനസംഘ പ്രവർത്തകരെയോ നിങ്ങൾക്ക് ഇങ്ങനെ ഉമ്മാക്കി കാണിച്ചടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകളിലുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഞങ്ങൾ അറസ്റ്റ് കണ്ടിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ശരീരങ്ങളൊക്കെ മർദ്ദനം മ്യൂസിയം പോലീസിന്റെ ലോക്കപ്പില് മർദ്ദനമേറ്റ ശരീരമാണ് ഈ നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് കരമനജയൻ എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. 4 രാത്രികൾ കൊണ്ട് അടിച്ചമർത്തിയിട്ട് കരമനജയൻ അടിച്ചമർത്തിയപ്പോൾ അമർന്നു പോയിട്ടില്ല. ഇവിടെ ഒരു പ്രവർത്തകനും എന്നെപ്പോലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നിങ്ങളെല്ലാം അടിച്ച് മർദ്ദിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെയെല്ലാം അടിച്ചമർത്തും തോറും ഞങ്ങൾ ശക്തരായി പോലീസ് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും കഴിയില്ല. CPM ഇവിടുത്തെ ഇതിനേക്കാളും 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള CPMനെ നമുക്കറിയാം. അന്ന് ചാലമോഹനെ പോലുള്ള CPMന്റെ മഹാരഥനായ ഇവിടുത്തെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അവരെയൊക്കെ നേരിട്ട പാരമ്പര്യമാണ് തിരുവനന്തപുരത്തുള്ളത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ ചില പുഴുക്കളുണ്ട്, ചില പുഴുക്കൾ. എന്താ ഒരു പേര്?
CI വിപിൻ ഒരു ദ്വീപ് എഴിച്ചു നിൽക്കാൻ വയ്യ. പണ്ടൊക്കെ കടുവ കൃഷ്ണൻ നായർ, രാമൻ നായർ, അള്ളു രാമേന്ദ്രനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. കടുവ കൃഷ്ണൻ നായർക്കെതിരെയും ഫോർട്ട് AC ആയിരുന്ന രാമൻ നായർക്കെതിരെയൊക്കെ ഇനി വേറൊരു മഹാരഥനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, മുകുന്ദൻ. പക്ഷെ അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നാണം തോന്നി, സത്യം എനിക്ക് അപമാനം തോന്നുന്നത്. ഈ നാട്ടിലാണോ ഈ പോലീസ് ഈ എരിച്ചു നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു ദ്വീപ് എന്നാണ് SI. ചെമ്പഴന്തി ഉദയം ഒന്ന് വാ തുറന്നപ്പം അവിടെ വീണു, ഒന്ന് വീണു. പിന്നൊരു വിപിൻ ചെങ്ങന്നൂര് പോയി DOSPയെ, അവിടുത്തെ DOSPയെ തന്നെ കൈകാര്യം ചെയ്തവനാണ് ഈ വിപിൻ. എടാ വിപിനെ, നിന്നോട് പറയുകയാണ്, ആധികാരികമായി തന്നെ പറയുകയാണ്, BJPയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ പറയുകയാണ്, ഞങ്ങളോട് പോരിന് വരല്ലേ. ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ, പെൺപുലികൾ മതി. ഞങ്ങൾ പുരുഷന്മാര് വേണ്ട, പെൺപുലികൾ മതി. ഇന്നലെ കണ്ടല്ലോ കടിക്കുന്നു, എന്താ കടി. ഇവിടെ തെരുവ് നായ്ക്കളെ എങ്ങനെയെങ്കിലും അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. മേയർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ കടികൾ 45 വർഷക്കാലമായി ഈ CPMന്റെ കടി ഏറ്റ് ഈ തിരുവനന്തപുരം നഗരം അവരങ്ങ് തകർന്ന് അവർ വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നു. ഈ കടി പോരാത്തോണ്ട് പുതിയ കടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. നൌഫല, ഏതൊരു നൌഫൽ, അവന്റെ പല്ലിനെ, അത് കടിച്ച പല്ലിനെ അടിച്ച് തകർത്ത് താഴാൻ ഇവിടുത്തെ BJP പ്രവർത്തകർ കഴിയും. ഒരു ക്ഷേത്രത്തിന് അതിക്രമിച്ച് കയറി ഞങ്ങളെ പ്രവർത്തകരെ ആക്രമിച്ചു. പണ്ട് ഇടിവണ്ടി ഉണ്ടായിരുന്നു, ഇടിവണ്ടി. അടിയന്തരാവസ്ഥക്കാലത്ത് ഇടിയുണ്ട്. ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരു വലിയ ബസ് വരും, ഇടിവണ്ടി, അതിനകത്തിട്ടാണ് ഇടിക്കുന്നത്. എടോ, ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇതൊക്കെ നേരിട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തപുരി ഭരിക്കുന്ന BJPയാണ്. ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തു തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. നിങ്ങളത് ഓർക്കണം. ഞങ്ങളൊന്ന് മര്യാദ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാം. പക്ഷെ ഞങ്ങളെ പ്രകോപിച്ച് ഞങ്ങളെ ഈ ക്ഷമയുടെ അതിരുകൾ പോയാൽ പോലീസ് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യക്കാരല്ല, സംഘടനാ ശേഷി ഇവിടെ പാർട്ടി BJPക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ രാത്രി 9:45 ഈ വിപിൻ എന്ന് പറഞ്ഞവൻ വരും, വന്ന് BJPയുടെ വാഹനങ്ങളൊക്കെ തടഞ്ഞിടും. 9:45, 10 മണി വരെ സമയമുണ്ട്. ഈ സമയം അവർക്ക് UDFന്റെ LDFന്റെ വണ്ടി അങ്ങനെ പോകും, തടയില്ല. അന്ന് നോക്കി വെച്ചതാണ്. ഇപ്പോൾ കേറിങ് കേറാൻ വന്നാൽ ഞാൻ വാക്കുകൾ ഒരു ജില്ലാ അധ്യക്ഷൻ എന്ന രീതിയിൽ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഇവിടെ ഈ പരിപാടി. മാധ്യമ സുഹൃത്തുക്കളും വിചാരിച്ചു ഇവിടെ ആക്രമണം ഉണ്ടാവും, പോലീസ് ആക്രമണം ഉണ്ടാവും. പക്ഷേ BJPയുടെ തീരുമാനമെടുത്താൽ അവിടെ പ്രവർത്തകർ നിൽക്കും. ഞങ്ങൾ വളരെ മര്യാദയോടുകൂടി ജനാധിപത്യ മര്യാദ ഇവിടെ നിൽക്കുന്നു. ഞങ്ങളൊന്ന് കണ്ണടച്ചു കൊടുത്താൽ, നേരത്തെ ഗിരി സൂചിപ്പിച്ചതുപോലെ ഈ ബാരിക്കേഡിനൊക്കെ ചവിട്ടി പുറത്ത് അപ്പുറത്തെ കയറാനുള്ള സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറി. ഞാൻ ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ബിനുവിനെ ആക്രമിച്ചു, ബിനുവിനും കുടുംബവും വണ്ടിക്കകത്തിരുന്ന സമയത്ത് ആക്രമിച്ചത് തെറ്റാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് സമ്മതിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, വണ്ടിയിലടിച്ചാൽ ദേഹത്തടിക്കും പോലെ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞാണ് ബിനുവിനെ തന്നെ, കേസിൽ പ്രതിയല്ലാത്ത ബിനുവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു, അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ ഇവിടെ റിട്ടയർഡായിട്ട് പല പോലീസുകാരും കറങ്ങി നടക്കുന്നുണ്ട്.
റിട്ടയർഡ് ഇതിനു മുമ്പ് വൻ സംഭവങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഓഫീസർമാര് അവസാനം കേസുകൾ തീർക്കാൻ ഞങ്ങളുടെ കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർമ്മിക്കണം. അതാണ് സൂചിപ്പിച്ചത് ഒരു പോലീസ് ഓഫീസറെ പേരെടുത്ത് പറഞ്ഞത്. ഇപ്പൊ രക്തത്തിളപ്പുകൊണ്ട് പലതും തോന്നും. CPM ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യകൂദാശ നടക്കുന്ന ഈ വേളയാണ് എന്ന് വിപിനും ദീപപിള്ളയും ഓർമ്മിക്കണം. അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ഭരണമാണ്, അവസാനിക്കാവുന്ന ഒരു ഭരണമാണ്. ഇവിടെ എന്തെയും മുറ കാണിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ മുറ കാണിക്കാൻ വരല്ലേ? വന്നാൽ ഞങ്ങൾ വിടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വൈകാര്യമായി തന്നെയാണ് സംസാരിക്കുന്നത്, വൈകാര്യമായി തന്നെ സംസാരിക്കുന്നു. നന്ദാവനം ക്യാമ്പിലെ ഞങ്ങളുടെ പ്രവർത്തകരെ കാണാൻ ഞങ്ങൾ അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട മേയറുടെ വണ്ടി വന്നു, തടഞ്ഞു നിർത്തി. മേയറുടെ വണ്ടി അകത്ത് കയറി ഞങ്ങൾ നോക്കിയ സമയത്ത് വണ്ടിക്കകത്ത് അതിക്രൂരമായി മർദ്ദനമേറ്റ പ്രവർത്തകരെ കണ്ടു. ഞങ്ങൾക്ക് വൈകാര്യതയുണ്ടായി, വിഷമമുണ്ടാവും. പോലീസുകാർക്ക് ഒരു പോലീസുകാരന് ആരാണ് പോലീസുകാരന് ഇരുന്നത്? മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു സംശയമുണ്ടായിരുന്നല്ലോ. ഇടത് ഭാഗത്ത് നിന്ന് BJP പ്രവർത്തകരാണ്, വലത് ഭാഗത്ത് നിന്നത് CPMന്റെ പ്രവർത്തകരാണ്. എവിടുന്നാണ് ഏറി വന്നത്? വലത് വശത്ത് നിന്ന് വിറക് കമ്പുകളെല്ലാം ആ പള്ളിയിൽ അതിക്രമിച്ച് കയറി എറിഞ്ഞത് CPMകാരാണ് എന്ന് വ്യക്തമായി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ വീഡിയോ കാണിച്ചിട്ട് പോലും പോലീസ് വീണ്ടും BJPയുടെ പുറത്താണ് കൊണ്ടുവരുന്നത്. BJP പ്രവർത്തകരാണ് കൊണ്ടെറിഞ്ഞത് എന്നാണ്. ഞങ്ങൾക്ക് ഒളിച്ചിരുന്നെറിയേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ എറിയണമെങ്കിൽ പോലീസ്, ഞങ്ങളെ ഒരുപാട് സമരമുഖങ്ങൾ കണ്ടവർ തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾ BJP നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഞങ്ങൾക്ക് ഒളിച്ചെറിഞ്ഞെറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ എറിയാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അറിയാം. നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കാണ്. തടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, തടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം കോർപ്പറേഷൻ ഭരിക്കുന്ന നഗരം ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ആരാധ്യരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. ഇവിടെ സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഞങ്ങൾക്ക് പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഞങ്ങളോട് ഈ ചുരണ്ടാമെന്നാൽ ചുരണ്ടി അവസാനം അത് എങ്ങനെയായി മാറുമെന്നുള്ളത് നിങ്ങൾ പല ആൾക്കാരുടെ ചോദിച്ചാൽ അറിയാം. അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മര്യാദ അനുസരിച്ച് പറയുകയാണ്. ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്. ബഹുമാനപ്പെട്ട DGPയുടെ അടുത്തും ബഹുമാനപ്പെട്ട കമ്മീഷണർത്തും പറയുകയാണ്, ഈ വിപിൻ എന്ന് പറയുന്ന CIക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ ദീപപിള്ളയ്ക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങൾ ആവശ്യം രണ്ടാണ്. ഈ രണ്ടാവശ്യവും ഞങ്ങൾക്ക് നിറവേറ്റി തന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങളെ ഒരു ബഹുജന പ്രക്ഷോഭം, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇവിടെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നു. നിങ്ങളുടെ മനസ്സ് തുറക്കാൻ, മനസ്സ് ഉണരാൻ. ഞങ്ങളിത് സൂചനയാണ്. സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും പോലീസേ എന്ന മുദ്രാവാക്യം വിളിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടി വളരെ സമാധാനപരമായി പാർട്ടി തീരുമാനിച്ച പരിപാടിയാണ്. നമ്മുടെ പ്രവർത്തകർ അങ്ങനെ തന്നെ പിരിയണം. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ. ഇപ്പോൾ നമ്മുടെ വേറൊരു കാര്യം, മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 11 സ്ത്രീകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടി കടിച്ചാൽ ഈ കടി എങ്ങനെ? പേ പിടിച്ചവന്മാരാണ് പേ പിടിച്ചവന്മാരെ കടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ് മണക്കാട് കൗൺസിലർ സരിതയുടെ ഇത് കടി. അപ്പൊ ഈ പട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെരുവിലായിക്കളെ പേ പിടിച്ച് എന്താ ചെയ്യണത്? കല്ലെറിഞ്ഞ് കൊല്ലുകയല്ലേ ചെയ്യണത്? ഞങ്ങൾ ചെയ്യണത് എന്ത് വിരോധാഭാസമാണ്? ഇത് നാണം കെട്ട പരിപാടിയാണിത്. പോലീസ് ഞാൻ കടിക്കും, ഞാൻ കടിക്കും. എന്ത് നടക്കുന്നത്? നൗഫല്, യാതൊരു നൗഫൽ വയലസെറ്റിന്റെ മൂട് കൊണ്ടിടിച്ചു ബിനുവിനെ. കണ്ടോൺമെന്റ് സി ആണ് മൂടിട്ടടിച്ചത്. യാതിന്റെ വയലസിന്റെ. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. പോലീസിന്റെ അടുത്ത് ഞാൻ പറയാണ്, ഇതെല്ലാം അറിയാം. നിങ്ങള് കൂടുതൽ അഭ്യാസമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. ഇത്രയും കാലം ഞങ്ങളിതൊന്നും ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. മര്യാദയോടുകൂടിയാണ് പറയണത്. ആവർത്തിക്കരുത്, ദയവീത് ആവർത്തിക്കരുത്.
നിയമഭാഗം നിങ്ങൾ പാലിക്കുമ്പോൾ നിഷ്പക്ഷമായി പാലിക്കുക. മേലാൽ ആവർത്തിക്കരുത്. താക്കീതാണ്. ഇവിടെ താക്കീത് തരികയാണ്. BJP എന്ന പ്രസ്ഥാനം താക്കീത് തരികയാണ്. മേലാൽ ആവർത്തിക്കരുത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പോലീസിന് ശക്തമായി താക്കീത് ഞങ്ങൾ കൊടുക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി, സമര പരിപാടി എന്താണെന്ന് തീരുമാനിക്കും. ഇത് ഞങ്ങൾ ആവശ്യം നിറവേറ്റുന്നതുവരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബോലോ ഭാരത് മാതാ കി. എന്തായാലും വനിതാ പ്രവർത്തകരെ ഇത്തരത്തിൽ അകാരണമായി ആക്രമിച്ച പോലീസ് നടപടിയിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ, അതുകൂടാതെ വട്ടിയൂർക്കാവ് CI നൌഫലിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് BJP ജില്ലാ നേതൃത്വം നിലവിൽ നൽകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.